ഹായ്, അപ്പോൾ നമ്മുടെ ഹലോ മമ്മി തിരക്കഥാ സംവിധാനം സാൻജോ ജോസഫ്, ഡയറക്റ്റഡ് ബൈ വൈശാഖ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഐശ്വര്യലക്ഷ്മി ഉണ്ട്, ഈ സിനിമയ്ക്കകത്ത് ഷറഫുദ്ദീൻ ഉണ്ട്, ജഗദീഷ് ഉണ്ട്. ഐശ്വര്യലക്ഷ്മി നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെ കരിയറിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇതിനകത്ത് വരുന്നത് ബിന്ദു പണിക്കർ, ജഗദീഷ് പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഹൊറർ കോമഡി മൂവിയാണ് ഹലോ മമ്മി എന്ന് പറയുന്നത്. ഹൊററും ഉണ്ട്, കോമഡിയും ഉണ്ട്, രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരുവത്തിലുള്ളൊരു സംഭവമാണ് നമ്മുടെ ഹലോ മമ്മി. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് പേര്, ഒന്ന് ഐശ്വര്യലക്ഷ്മി, അതുപോലെ തന്നെ ഷറഫുദ്ദീൻ. ഐശ്വര്യലക്ഷ്മി എല്ലാ കാലത്തും ഇല്ലെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള റോൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സെയിം ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ മുന്നേയും ഇതേ തരത്തിലുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി. ഷറഫുദ്ദീനിലോട്ട് വരുമ്പോൾ വലിയ മാറ്റമാണ്. ഷറഫുദ്ദീനിലോട്ട് വരുമ്പോൾ എന്താ പറയുന്നത്, ഒരു ആധുനിക കൊമേഡിയനായിട്ടൊക്കെയാണ് ഷറഫുദ്ദീൻ വന്നിരുന്നത്. നമ്മുടെ ഈ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ടൈപ്പ് കോമഡികളാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി നമ്മുടെ പഴയ സിനിമകളിലോട്ട്, അല്ലെങ്കിൽ പഴയ സിനിമകളിൽ കാണിച്ച് പല നടന്മാരും വിജയിപ്പിച്ച, ഇപ്പോൾ ജഗദീഷ്, മോഹൻലാൽ, മമ്മൂട്ടി, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നടന്മാർ അവരുടെ മാനറിസം കൊണ്ടും അവരുടെ ഒരു ടൈമിംഗ് കൊണ്ടും അവരുടെ ഒരു പ്രസൻസ് കൊണ്ടും ഒക്കെ വിജയിപ്പിച്ച ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള രംഗങ്ങളാണ് ഇതിനകത്ത് ഷറഫുദ്ദീൻ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിലൊരു പരിധിവരെ ഷറഫുദ്ദീൻ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. മറ്റൊന്നുള്ളത് ഹൊററിൻ്റെ സൈഡാണ്. ഹൊററിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഫാൻറ്റസിയാണ്, എന്ത് വേണമെങ്കിലും കാണിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ലോജിക്കോ അല്ലെങ്കിൽ അവിടെ വേറെ പല കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സും VFX ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഹൊററിൻ്റെ സൈഡ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഏതാണ്ട് നന്നായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല സീനുകളിലും കപ്പുകളും മറ്റതൊക്കെ പാറുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഐശ്വര്യലക്ഷ്മി അല്ല, ഷറഫുദ്ദീൻ അല്ല, മമ്മിയാണ്. അത് റിയൽ മമ്മി, ഈജിപ്തിലെ മമ്മിയല്ല, മമ്മി ആയി കഴിഞ്ഞ് പിന്നെ ആത്മാവായിട്ടുള്ള സാധനം. ഇതിനകത്ത് OCD തള്ളാന്ന് വേണമെങ്കിൽ പറയാം. കാരണം OCD ആണ് പുള്ളിക്കാരുടെ പ്രശ്നം. സാധനങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കുക, അടുക്കി പെറുക്കി വയ്ക്കാതിരുന്നാൽ തല്ലുക, ചെരുപ്പ് നനഞ്ഞ ചെരുപ്പിട്ടാൽ തല്ലുക, ഇങ്ങനെയൊക്കെ പറയുന്ന പരിപാടീസാണ് ഇതിനകത്തെ പ്രേതത്തിൻ്റെ വിനോദങ്ങൾ. അപ്പോൾ OCD പരിപാടികളാണ്. അവസാനം കുറേ എത്തുമ്പോൾ ആ ഒരു ഹൊറർ കോമഡി നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. പക്ഷേ കുറേ അങ്ങ് എത്തുമ്പോൾ അവസാനം എത്തുന്ന സമയത്ത് ഒരു വലിച്ചിൽ വന്നിട്ട് ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്, അമ്മപാസം. അമ്മ എന്ന് പറയുന്ന സാധനം വികാരത്തെ ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റിമെൻറ്റ് സോങ് ഒക്കെ ഇടുന്നുണ്ട് അവസാനത്തെ. അപ്പോൾ അതൊന്നും വേണം എന്ന് തോന്നിയില്ല, അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി സിനിമയ്ക്കകത്ത്. കാരണം അതിൻ്റെ ജോണർ അതല്ല, അത് കാണിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. അല്ലെങ്കിൽ തന്നെ സിനിമ രസകരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോമഡി ഹൊറർ സിനിമയാണ് ഹലോ മമ്മി. ചിലർക്ക് ഇതിനകത്ത് കോമഡികൾ വർക്കാവണമെന്നില്ല, പക്ഷേ ഒരു പരിധിവരെ ആളുകൾക്ക് വർക്കാവുന്ന ആ തരത്തിലുള്ള കോമഡികൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാതരം ഓഡിയൻസിനും പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഹലോ മമ്മി.